الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ മുമ്പിൽ തെളിഞ്ഞ രണ്ട് വഴികളുണ്ട്. അതിലൊരു വഴിയിൽ പെടുത്തണം എന്നും മറ്റേ വഴിയിൽ പെടുത്തരുത് എന്നുമാണ് നിരന്തരമായി അവൻ തേടിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കാത്ത രണ്ട് ദിവ്യപ്രകാശങ്ങളിലൊന്നായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രതിദിനം ചുരുങ്ങിയത് 17 തവണയെങ്കിലും നമ്മൾ ഇത് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ വഴി സിറാത്തുൽ മുസ്തഖീം ആണ്. ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ പ്രത്യക്ഷരം പിന്തുടർന്ന സിദ്ദീഖുകൾ, സത്യത്തിന്റെ വഴിയിൽ
സ്വന്തം രക്തം പോലും സമർപ്പിച്ച സന്മാർഗ സാക്ഷികൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, ഇവരുടെ വഴി അത് ദൈവാനുഗ്രഹത്തിന്റെ വഴിയാണ്. ഉലൈക അൻഅമല്ലാഹു അലൈഹിം. ആ ദൈവാനുഗ്രഹത്തിന്റെ വഴിയിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള അനുസ്യൂതവും അവിരാമവുമായ അന്വേഷണങ്ങളാണ്, പരിശ്രമങ്ങളാണ്, പ്രാർത്ഥനയാണ് സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. പെടുത്തല്ലേ എന്ന് പറഞ്ഞ വഴി ദൈവകോപത്തിന്റെ വഴിയാണ്, അഥവാ വഴികേടാണ്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. വഴികേടിന്റെ ആ വഴി മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ദൈവാനുഗ്രഹത്തിന്റെ വഴിയാണെങ്കിൽ, മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ദൈവകോപത്തിന്റെ ഈ വഴിയാണ്. അതുകൊണ്ട് ദൈവകോപം സംഭവിക്കാതിരിക്കാനുള്ള, ദൈവകോപത്തിന്റെ വഴിയിൽ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രതയായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. ഏറ്റവും ചെറുത്, നിസ്സാരമെന്ന് തോന്നുന്ന വിഷയത്തിൽ പോലും ഒരു സത്യവിശ്വാസിയുടെ നോട്ടം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വഴിയാണോ ഇത്, അതോ ദൈവകോപത്തിന്റെ വഴിയാണോ എന്നായിരിക്കും. ഞാനീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പേരിൽ നാളെ പരലോകത്തെന്ത് വിശദീകരണമാണ് ഞാൻ നൽകുക? എന്താണ് നീ നിന്റെ റബ്ബിനോട് പറയുക? മഹാനായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞിരുന്നതുപോലെ, മാ തഖൂലു ലിറബ്ബിക ഗദൻ. നാളെ നീ എന്ത് പറയും? മാ തഖൂൽ, നിന്റെ നാഥനോട് ഇപ്പൊ നീ ചെയ്ത ഈ പ്രവൃത്തിയുടെ പേരിൽ എന്താണ് പറയുക, എന്താണ് വിശദീകരിക്കുക എന്ന ഒരു ആത്മവിചിന്തനത്തോടുകൂടിയല്ലാതെ മഹാന്മാരായ സജ്ജനങ്ങളായ പ്രവാചക പിൻഗാമികൾ പ്രവർത്തിച്ചിരുന്നില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവകോപത്തിന്റെ ഈ വഴി, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകോപം സംഭവിക്കുക എന്നതിലേക്കുള്ള ഒരു വെളിച്ചം മാത്രമാണ് വിശുദ്ധ ഖുർആനിലെ 2-3 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 61-ാം അധ്യായം സൂറത്തു സഫ്. ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിലൂടെ ദൈവകോപം സംഭവിക്കാം, ദൈവകോപത്തിന്റെ വഴിയിൽപ്പെടാം. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ ദൈവകോപത്തിന്റെ വഴിയിൽപ്പെടാം. ദൈനംദിന ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ദൈവകോപത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കും. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ, ആത്മാർത്ഥതയില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, ഈ വാക്കുകൾ ദൈവകോപത്തിലേക്ക് നമ്മളെ എത്തിക്കാം എന്ന് വളരെ ഗൗരവത്തിൽ ഖുർആൻ താക്കീത് ചെയ്യുന്നു. സൂറത്ത് സഫിന്റെ തുടക്കം 2-ാമത്തെ ആയത്ത് മുതൽ, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ച വിശ്വാസികളെ, എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത്, ചെയ്യാൻ ഉദ്ദേശിക്കാത്തത്, ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
കബറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ അത് കടുത്ത ക്രോധമുള്ള കാര്യമാണ്. മഖ്ത് എന്ന വാക്കിന് മഹാനായ ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, അശദ്ദുൽ ബുഗ്ളാണ് മഖ്ത് എന്ന്. ഏറ്റവും കഠിനമായ വെറുപ്പ്. പടച്ചവൻ രോഷാകുലനാകും, നമ്മോടവന് പകയുണ്ടാക്കുന്ന കാര്യം. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക, ആത്മാർത്ഥതയില്ലാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അല്ലാഹുവിങ്കൽ ഇപ്രകാരം രോഷമുണ്ടാക്കുന്ന സംഗതിയാകുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ജിഹാദിനെ സംബന്ധിച്ച് ആവേശം കൊണ്ടു. പടച്ചവന്റെ വഴിയിൽ സമരം ചെയ്യാനും സമർപ്പിക്കാനുമുള്ള അവരുടെ അത്യുത്കടമായ അഭിവാഞ്ച പ്രകടിപ്പിച്ചു. എന്തേ നമുക്ക് ജിഹാദിന് അനുവാദം നൽകുന്നില്ല? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് അവസാനം ജിഹാദിനുള്ള അനുമതി നൽകപ്പെട്ടപ്പോൾ, ഇതാ ഇപ്പോൾ നിങ്ങൾ പുറപ്പെടണം അല്ലാഹുവിന്റെ വഴിയിൽ എന്ന നിർദ്ദേശം വന്നപ്പോഴോ അവർ പിന്നാക്കം പോയി. വാസ്തവത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതായിരുന്നില്ല അത്. ആ ആളുകളെ സംബന്ധിച്ച് പറയുന്നു, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയക്കും വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. കൈകൾ അടക്കി വെക്കൂ, നമസ്കരിക്കൂ, സകാത്ത് നൽകൂ എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം, ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, അവർക്ക് ധർമ്മസമരം ചെയ്യാൻ യുദ്ധത്തിന് പോകാനുള്ള സന്ദർഭം എത്തിയപ്പോഴോ, കൽപ്പന വന്നപ്പോൾ, ഇദാ ഫരീഖും മിൻഹും തഖ്ശൂന നാസ കഖശിയത്തില്ലാഹി ഔ അശദ്ദു ഖശിയ. പടച്ചവനെ പേടിക്കുന്നത് പോലെ അല്ല, അതിനും കൂടുതൽ അവർ ശത്രുക്കളെ ഭയപ്പെട്ടു, ജനങ്ങളെ പേടിച്ചു. അവരാത്മാർത്ഥമായിട്ടായിരുന്നില്ല നേരത്തെ ഈ ആവേശം കാണിച്ചുകൊണ്ടിരുന്നത്. വഖാലു, അവർ ചോദിച്ചു, റബ്ബനാ ലിമ കതബ്ത അലൈനൽ ഖിതാൽ, എന്തിനാണ് തമ്പുരാനെ ഞങ്ങൾക്ക് ഈ യുദ്ധം വിധിച്ചത്? ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്, കുറച്ചും കൂടി ഞങ്ങൾക്ക് താമസിക്കാൻ സാവകാശം നൽകാമായിരുന്നില്ലേ എന്നായിരുന്നു അവരുടെ പ്രതികരണം. വാക്കും പ്രവൃത്തിയും രണ്ട് ധ്രുവങ്ങളിൽ. നല്ല നല്ല മൂല്യങ്ങളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും, പക്ഷേ തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അതിന് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ. വാക്കിൽ വളരെ വിശാലത, സഹിഷ്ണുത, പെരുമാറ്റത്തിൽ അങ്ങേയറ്റത്തെ സങ്കുചിതത്വം, വിശ്വസ്തതയും സത്യസന്ധതയും അതിനെക്കുറിച്ച് വാനോളം പ്രശംസിച്ചുകൊണ്ടവർ സംസാരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഇടപാട് ഇത്തരം ആളുകളുമായി നടത്തിയാലോ വിശ്വാസ്യതയോ സത്യസന്ധതയോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പെരുമാറ്റമായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വതൻസൂന അൻഫുസകും, സ്വന്തത്തെ മറന്നുകൊണ്ട് അതേസമയം നിങ്ങൾ വേദം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഫലാ തഅഖിലൂൻ, ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? മിഅ്റാജിന്റെ രാവിൽ അതിന്റെ ഗൗരവം, അതിന്റെ ഭീകരത പ്രവാചകൻ അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാം. അഗ്നി കൊണ്ടുള്ള കത്രികകളാൽ നരകത്തിൽ നാവ് ഛേദിക്കപ്പെട്ട് അസാധാരണമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെ ചൂണ്ടി പ്രവാചകൻ ചോദിക്കുന്നു, ആരാണിവർ? ജിബ്രീൽ പറഞ്ഞു, ഹൗലായി ഖുതബാഉ ഉമ്മത്തിക, നിന്റെ സമൂഹത്തിലെ പ്രസംഗകരായിരുന്നു ഇവർ. നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം വാചാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ. പക്ഷേ അവരുടെ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ, പ്രായോഗിക രംഗത്ത് അതുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്,
ദൈവകോപം വരുന്ന വഴികളെ സംബന്ധിച്ചാണ്. ആത്മാർത്ഥതയില്ലാതെ നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ ദൈവകോപം ജീവിതത്തിൽ സംഭവിക്കാം. വയ മഗ്ലൂബി അലൈഹിം, പടച്ചവനെ അത്തരം മഗ്ലൂബുകളുടെ, പടച്ചവന്റെ ഈ കോപം ഏറ്റുവാങ്ങിയ ദൗർഭാഗ്യവാന്മാരായ നിർഭാഗ്യവാന്മാരായ ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ ഗളബ്, കോപം വന്നെത്തുന്ന വഴികളെ സംബന്ധിച്ചുള്ള ജാഗ്രതയായിരിക്കണം വിശ്വാസിയുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നോക്കൂ, സൂറത്തുൻ നഹ്ൽ. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദറൻ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അലീം. ശ്രദ്ധിക്കണം നമ്മൾ. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം, ഇത് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് അവിശ്വസിക്കുന്ന ആളുകൾ, ആ അവിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഈമാനിൽ ഹൃദയം ശാന്തമായിരിക്കെ ഒരു നിർബന്ധിതാവസ്ഥയിൽ അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നതിനെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. തുറന്ന മനസ്സോടെ വിശ്വാസത്തിന് പകരം അവിശ്വാസം സ്വീകരിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപമുണ്ട് അവരുടെ മേൽ. പോരാ, വലഹും അദാബുൻ അലീം, കടുത്ത ശിക്ഷയും അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. കാരണം ذلك بأنهم استحبوا الحياة الدنيا على الآخرة, അവർ പരലോകത്തെക്കാൾ ദുനിയാവിന് മുൻഗണന നൽകിയവരായിരുന്നു. മരണാനന്തരം സംഭവിക്കാനിരിക്കുന്ന സ്വർഗനരകങ്ങളെക്കാൾ ദുനിയാവിന്റെ സുഖസൗഭാഗ്യങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഇതായിരുന്നു ജീവിതത്തിൽ അവർ സ്വീകരിച്ച നിലപാട്. വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അത്തരം അവിശ്വസിക്കുന്ന അത്തരം ആളുകൾ നേർവഴിയിലാക്കുക എന്നത് അല്ലാഹുവിന്റെ ശൈലിയല്ല. ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം വസംഇഹിം വഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ, അവരുടെ കൽബുകൾ അല്ലാഹു അതടച്ച് മുദ്രവച്ചിരിക്കുകയാണ്. നന്മകളോട് സംവദിക്കാൻ ശേഷിയില്ലാത്ത കൽബുകളായി, മൂല്യമുള്ളത് കാണാൻ കഴിയാത്ത കണ്ണുകളായി, മൂല്യമുള്ളത് കേൾക്കാൻ കഴിയാത്ത കാതുകളായി അവരുടെ കൽബുകളെയും കണ്ണുകളെയും കാതുകളെയും അല്ലാഹു അടച്ചു മുദ്രവച്ചിരിക്കുകയാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അതുകൊണ്ട് അവർ അശ്രദ്ധരായിരിക്കും. ജീവിതത്തിൽ നന്മയുടെ വഴിയെ സംബന്ധിച്ച് അശ്രദ്ധരായിരിക്കും അവർ. സംവേദനക്ഷമതയില്ലാത്ത ഹൃദയങ്ങളുടെ ഉടമകളായിരിക്കും. നല്ല വാക്കുകൾ കേട്ടാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതിനോട് സംവേദനക്ഷമത നഷ്ടപ്പെട്ടു പോയ, മരവിച്ചുപോയ മനസ്സായിരിക്കും അവർക്ക്. കാരണം അല്ലാഹു അത് ശീലിച്ചിരിക്കുകയാണ്. കാരണം അവർ സ്വീകരിച്ച ജീവിത സമീപനം ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ, ദുനിയാവിന്റെ സുഖസൗഭാഗ്യങ്ങളിൽ സുഖിച്ച് രമിച്ചുകൊണ്ട് ആഖിറത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും ശീലവും സംസ്കാരവും സ്വീകരിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ സംവേദനക്ഷമതയെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പിന്നെ മൂല്യമുള്ളത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പോലും അവർക്ക് തോന്നുകയില്ല. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിരിക്കും, അവർ പ്രജ്ഞാശൂന്യരായിരിക്കും, അവർ അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരായിരിക്കും. ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ. ശ്രദ്ധിക്കണം, അല്ലാഹു പറയുന്നു ലാ ജറമ, ഒരു സംശയവും വേണ്ട, അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരലോകത്ത് നഷ്ടപ്പെട്ടവർ എന്ന് വളരെ ഗൗരവത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ട സംഗതിയാണ്. അല്ലാഹുവിന്റെ കോപം വരുന്ന വഴികളാണ് ഈ ഭാഗത്ത് പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ബോധ്യപ്പെട്ടു സത്യം, എന്നിട്ടും ആ ബോധ്യപ്പെട്ട സത്യത്തിന് പകരം അസത്യത്തെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക. പരലോകത്തെ സംബന്ധിച്ചറിയാം, അതേസമയം നശ്വരമായ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളെ പരമപ്രധാനമായി പരിഗണിക്കുക. നല്ലതിലേക്ക് കണ്ണുകളും കാതുകളും കൽബുകളും കൊട്ടിയടക്കുക.
ജീവിതത്തിലുടനീളം പരലോകത്തെ സംബന്ധിച്ച് അശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. ഈ സമീപനം ഉണ്ടെങ്കിൽ ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ, ഒരു സംശയവും വേണ്ട, അവർ പരലോകത്ത് നഷ്ടപ്പെട്ടവരാണ്. ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, ദൈവകോപം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. മറ്റൊരു ഭാഗം സൂറത്ത് ത്വാഹ, റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യതയോടുകൂടി ദൈവകോപം വരുന്ന മാർഗങ്ങളെ സംബന്ധിച്ച് നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്ന, കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലാഹുവിന്റെ ഗളബ് സംഭവിക്കാം. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ല വിഭവങ്ങൾ നിങ്ങൾ ആഹരിച്ചുകൊള്ളുവിൻ. വലാ തത്ഗൗ ഫീ, പക്ഷേ അതിര് കവിയരുത് അതിൽ. ഫയഹില്ലു അലൈക്കും ഗളബി, ആഹാരകാര്യത്തിൽ നിങ്ങൾ അതിര് കവിഞ്ഞാൽ എന്റെ കോപം നിങ്ങളുടെ മേൽ ഭവിക്കും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ, ആരുടെ മേലാണോ നമ്മുടെ കോപം പതിച്ചിട്ടുള്ളത്, ഫഖദ് ഹവാ, അവൻ നശിച്ചു. ഹവ എന്ന് പറഞ്ഞാൽ വീണുന്ന, മുകളിൽ നിന്നവൻ താഴേക്ക് അഗാധതയിലേക്ക് വീണുപോയി. ഫഖദ് ഹവാ, അവൻ വീണു. ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വീഴ്ചയായിരിക്കും അത്. നിങ്ങൾക്ക് നാം നൽകിയ വിശിഷ്ടമായ വിഭവങ്ങളൊക്കെ കഴിച്ചുകൊള്ളൂ, സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ വലാ തത്ഗൗ ഫീഹി, അതിര് കവിയാൻ പാടില്ല. ഭക്ഷണകാര്യത്തിൽ റബ്ബ് നിശ്ചയിച്ച അതിർവരമ്പുകളുണ്ട്, നിയമങ്ങളുണ്ട്, അതിർത്തിരേഖകളുണ്ട്, അത് പാലിക്കണം നിങ്ങൾ. വിശേഷിച്ചും രണ്ട് നിബന്ധനകൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു. കുലൂ ഹലാലൻ ത്വയ്യിബ, കഴിക്കുന്ന ആഹാരം ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. അനുവദനീയമായതേ ഞാൻ തിന്നുന്നുള്ളൂ എന്നുറപ്പുവരുത്തണം. രണ്ടാമത്തെ സംഗതി, നല്ലതായിരിക്കണം കഴിക്കുന്നത്. മൂന്നാമത് വേണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വലിയൊരു നിബന്ധന കൂടി വെച്ചിട്ടുണ്ട്. കുലൂ വശ്റബൂ വലാ തുസ്രിഫു, നിങ്ങളതിൽ അളവ് തെറ്റിക്കരുത്, ഇസ്രാഫ് കാണിക്കരുത്, ആർഭാടം കാണിക്കരുത്. ഭക്ഷണകാര്യത്തിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു, ദൈവകോപം വരുന്ന മാർഗമാണ് ഭക്ഷണത്തിന്റെ മാർഗം. ആ ദൈവകോപത്തോടുകൂടിയുള്ള ഭക്ഷണമാണ് ആമാശയത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കൈകൾ ഉയർത്തി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതൊന്നും അവൻ കേൾക്കുകയില്ലെന്ന് കൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു. എന്റെ നാഥ എന്ന് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന ചിലർ, പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ ഹറാമുകളാൽ നിർഭരമാണ്. അവനെങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പ്രവാചകൻ ചോദിച്ചുവല്ലോ. വിശുദ്ധ ഖുർആൻ ഇന്നലകളുടെ ചരിത്രം പറയുന്നു, ജനതകളുടെ അനുഭവങ്ങൾ പറയുന്നു. ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ്. ഭക്ഷണകാര്യത്തിൽ അക്ഷമ കാണിച്ച സമൂഹം ശിക്ഷിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു. ഭക്ഷണകാര്യത്തിൽ അക്ഷമ കാണിച്ച സമൂഹം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, ഇസ്രായേൽ സമൂഹം അവരുടെ പ്രവാചകനോട് മൂസയോട് പറഞ്ഞു അലൈഹിസ്സലാം, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, ഞങ്ങൾക്ക് ഈ ഒരേപോലുള്ള ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, എല്ലാ ദിവസവും പുട്ട് തന്നെ, സഹിക്കാൻ പറ്റുന്നില്ല. ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ് ഫദഉ ലനാ റബ്ബക്, അതുകൊണ്ട് നിന്റെ നാഥനോട് നീ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയുമോ? യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ ബഖലിഹാ, ഭൂമിയുടെ വിളവുകൾ അവൻ ഞങ്ങൾക്ക് തരട്ടെ, ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. മിൻ ബഖലിഹ, പച്ചക്കറി, ചീര പോലുള്ള പച്ചക്കറി ഇനങ്ങൾ ഞങ്ങൾക്ക് വേണം. വകിസ്സായിഹ, കക്കരി വേണം. ഉഹൂമിഹ, ഗോതമ്പ് വേണം. വഅദസിഹ, പയറ് വേണം. വബസലിഹ, ഉള്ളി വേണം. ഇതുപോലുള്ള സംഗതികളൊക്കെ അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ എന്ന് ആ സമൂഹം മൂസയോട് അക്ഷമ കാണിച്ചു. പ്രവാചകൻ അവരോട് ചോദിച്ചു, ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും, നിങ്ങൾ വിശിഷ്ടമായ വിഭവങ്ങളെക്കാൾ താണതരം വിഭവങ്ങളാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ ഏതെങ്കിലും ടൗണിൽ പോകൂ,
ഏതെങ്കിലും പട്ടണത്തിൽ പോയി വാങ്ങൂ, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ കിട്ടും. അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് മറുപടി നൽകി. വിശുദ്ധ ഖുർആൻ ഈ സംഭവം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പച്ചക്കറിയും ചീരയും കക്കരിയും ഉള്ളിയും ഒന്നും മോശമായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. എല്ലാ ദിവസവും ഒരുപോലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ പ്രകൃതി ഒരു വൈവിധ്യം ആഗ്രഹിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. തമ്പുരാനായ നാഥനതറിയാം. ഇവിടെ വിഷയം അതല്ല. ചീരയും കക്കരിയുമല്ല വിഷയം. മറിച്ച് ലോകത്തിന്റെ മാതൃകാ സമാജമായി പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ലോക ജനതയുടെ സാംസ്കാരിക വൈശിഷ്ട്യത്തിന്റെ മുമ്പിൽ നടക്കേണ്ട ഒരു സമുദായം, ആ സമുദായത്തെ സീനായ മരുഭൂമിയിൽ തർബിയത്ത് കൊടുത്ത് തസ്കിയത്ത് കൊടുത്തവരെ വളർത്തി ഉയർത്തിക്കൊണ്ടിരിക്കെ ആ പരിശീലന കാലത്തിനിടക്ക് അവരക്ഷമ കാണിക്കുകയാണ്. മരുഭൂമിയിൽ അവർക്ക് അല്ലാഹു ഷെൽട്ടർ നൽകി, മേഘങ്ങൾ കൊണ്ടുള്ള തണൽ നൽകി, രാവിലെയും വൈകുന്നേരവും മന്നയും സെൽവയും നൽകി, അസാധാരണമായ അനുഗ്രഹങ്ങൾ കൊണ്ടവരെ മൂടി. ആ സന്ദർഭത്തിലും പക്ഷേ ഈ സമൂഹം കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ തർക്കിച്ചു, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വഴക്കടിച്ചു, അവർ പ്രവാചകരെ ബുദ്ധിമുട്ടിച്ചു. യാ ബനി ഇസ്രായീൽ ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹ് എന്ന് മൂസാ നബിക്ക് ചോദിക്കേണ്ടി വരുവോളം അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. ലിമ തുഊദൂനനി, എന്തിനാണ് സമൂഹമേ നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്, എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണ്, പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നൊരു പ്രവാചകന് ചോദിക്കേണ്ടി വരുന്ന രീതിയിൽ ആ സമൂഹം അക്ഷമയും അലച്ചയും ആക്രാന്തവും കാണിച്ചപ്പോഴാണ് പടച്ചതമ്പുരാൻ അതൊരു പാഠമായി, ആ സമുദായം ശിക്ഷിക്കപ്പെട്ടതൊരു പാഠമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ തർക്കിക്കുകയോ കലഹിക്കുകയോ യുദ്ധമുണ്ടാക്കുകയോ ചെയ്യേണ്ട ആളുകളല്ല നിങ്ങൾ. നിങ്ങൾ വെറും സാധാരണക്കാരുടെ ഒരു സമൂഹമല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാകുന്നു. ദൈവിക ദർശനത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി നിൽക്കേണ്ട ഒരു സമുദായമാകുന്നു. മുസ്ലിം സമാജത്തെ സംബന്ധിച്ചും ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, ഹുവജിത്തബാക്കും, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാകുന്നു. അതുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങളല്ല നിങ്ങളുടെ വിഷയങ്ങൾ. ചീരയുടെയും കക്കരിയുടെയും ഉള്ളിയുടെയും പേരിൽ തർക്കിക്കേണ്ട ഒരു വിഭാഗമല്ല നിങ്ങൾ. വിശേഷിച്ചും ഭക്ഷണകാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണം എന്നാണ് ഇസ്ലാമിന്റെ ദർശനം. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഭക്ഷണത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന, നിസാരമെന്ന് കരുതി വിടുന്ന വിഷയങ്ങളാണിതൊക്കെ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, ഭക്ഷണത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭക്ഷണം കൊണ്ടുവരുന്നു. ആ ഭക്ഷണത്തിന്റെ മുകളിൽ ഒരു ഉള്ളി, അവരുടെ ഒരു ശൈലി, ഉള്ളി റസൂലുള്ളാഹി അത് മാറ്റിവെക്കുന്നു. അദ്ദേഹം കഴിക്കുന്ന ഒന്നും പറയുന്നില്ല, ഇഷ്ടമുള്ളത് കഴിക്കുന്നു, ഉള്ളി മാറ്റി. കാരണം ജനങ്ങൾക്കിടയിൽ പോകേണ്ടവനാണ്, ജനങ്ങളോട് സംസാരിക്കേണ്ടവനാണ്. ജനങ്ങൾക്കൊരു ചെറിയ അസ്ഥിത പോലും ഉണ്ടാകുന്നത് അസഹ്യമാണ് പ്രവാചകന്. പ്രവാചകൻ ഇഷ്ടമല്ലാത്ത ഭക്ഷണം പ്രവാചകൻ കഴിപ്പക്ഷേ ഒരിക്കലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്താറില്ല. ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, പരിശീലനകാലം കഴിഞ്ഞോട്ടെ, നാട്ടിൽ പോയിട്ട് പിന്നെ കഴിക്കാമല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ക്ഷമ പോലുമില്ലാതെ പ്രവാചകന്റെ മുമ്പിൽ പരിഭവങ്ങൾ നിരത്തിയ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പറയുകയാണ്. ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടു. അവസാനം പറഞ്ഞു, ഇത്തരം സ്വഭാവങ്ങളാൽ ഉരിബത്ത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കനത്തു വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അവരുടെ മേൽ നിന്ദ്യതയും ദാരിദ്ര്യവും മുദ്രയടിക്കപ്പെട്ടു. ലുരിബ, ഒട്ടിച്ചു വെക്കപ്പെട്ടു അവരുടെ മേൽ നിന്ദ്യതയും ദാരിദ്ര്യവും. പോരാ, വബാഉ ബിഗളബിൻ മിനല്ലാഹ്, ദൈവകോപത്തിലേക്കാണ് അവർ മടങ്ങിയത്. ഈ ചെറിയ ചെറിയ വിഷയങ്ങളിൽ മാത്രമല്ല, ഗുരുതരമായ ധിക്കാരവും നിഷേധവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
ذلك بأنهم كانوا يكفرون بآيات الله അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ويقتلون النبيين بغير الحق ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു അവർ. ഒരു സമൂഹത്തിലെ ഏറ്റവും നല്ല സാത്വികനായിരിക്കും പ്രവാചകൻ. ആ ഏറ്റവും സാത്വികനായ മനുഷ്യനെ പിടിച്ച് അറുകൊല ചെയ്യാൻ പോലും മടിയില്ലാതിരുന്ന സമൂഹമായിരുന്നു ഇസ്രായേൽ സമൂഹം. നന്മയിലേക്ക് വിളിച്ചപ്പോൾ അവരുടെ അരമനകളിൽ അധികാര സോപാനങ്ങളിൽ അത് അലോസരം സൃഷ്ടിച്ചപ്പോൾ ആ പ്രവാചകന്മാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയല്ല, ഉന്മൂലനം നടത്തിയവരായിരുന്നു അവർ. മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ആ പ്രവാചകനെ തന്റെ കാമുകിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തലവെട്ടി കാമുകിയുടെ മുമ്പിൽ തളികയിൽ സമർപ്പിച്ച രാജാക്കന്മാരുണ്ടായി ഇസ്രായേൽ സമുദായത്തിൽ. ചില പ്രവാചകന്മാരെ ആട്ടിയോടിച്ചു. ഇല്യാസ് അലൈഹിസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാർ മലമുകളിൽ അഭയം തേടി. ചില പ്രവാചകന്മാരെ ചെളിയിൽ കെട്ടിത്താഴ്ത്തി. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഇതൊക്കെ ചെയ്ത സമൂഹം വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, ധർമ്മത്തിലേക്കും നന്മയിലേക്കും സത്യത്തിലേക്കും വിളിക്കുന്നവരെ ശാരീരികമായി പോലും ഉന്മൂലനം ചെയ്യാൻ മടിയില്ലാതിരുന്ന സമൂഹം. ദാലിക ബിമാ അസൗ, ധിക്കാരികളായിരുന്നു അവർ. വക്കാനു യഅ്തദൂൻ, അതിരുകൾ ലംഘിക്കുന്നവരായിരുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിൽ അങ്ങേയറ്റം അതിരുവിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അക്ഷമ കാണിച്ചിരുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകൾ, നന്മയിലേക്ക് നയിക്കുന്നവരെയും ക്ഷണിക്കുന്നവരെയും ഉന്മൂലനം ചെയ്തിരുന്ന ആളുകൾ, സർവോപരി അങ്ങേയറ്റത്തെ ധിക്കാരവും അതിരുകവിച്ചിലും. ഇതൊക്കെയാണ് ആ ജനതയെ നശിപ്പിച്ചത് എന്ന് അല്ലാഹുവിന്റെ കോപം അല്ലാഹുവിന്റെ കോപത്തിലേക്ക് അവർ മടങ്ങാൻ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള വചനങ്ങളുണ്ട് ഖുർആനിൽ. അല്ലാഹുവിന്റെ കോപം എങ്ങനെയാണ് വരുന്നത്? മനുഷ്യന്റെ ജീവിതത്തെ ആകെ അടിമുടി അശുഭകരമാക്കി തീർക്കുന്ന, അപകടകരമാക്കി മാറ്റുന്ന, ദുനിയാവിൽ തന്നെ നിന്ദ്യതയും ദൈന്യതയും ദാരിദ്ര്യവും പട്ടിണിയും അവകാശനിഷേധവും ഒക്കെ അവന്റെ ജീവിതത്തെ വന്ന് മൂടുന്ന, സർവോപരി പരലോകത്ത് അല്ലാഹുവിന്റെ നരകശിക്ഷ ഏറ്റുവാങ്ങാൻ ഇടയാക്കുന്ന ദൈവകോപത്തിന്റെ വഴികൾ, ആ വഴികളെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ്. വാക്കുകളിലൂടെ കടന്നുവരാം, ആഹാരത്തിലൂടെ കടന്നുവരാം, ദൈനംദിന ജീവിതത്തിലെ ഓരോ ഇഷ്യൂവിലും ഓരോ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിലൂടെ കടന്നുവരാം എന്നൊക്കെ ഖുർആൻ മനുഷ്യരോടുള്ള ബന്ധങ്ങളിലൂടെ കടന്നുവരാം. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞല്ലോ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പ്രീതി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രീതിയിലും സംതൃപ്തിയിലുമാകുന്നു. വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ വെറുപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിലൂടെയാണ്, അവരുടെ വെറുപ്പിലാണ് എന്ന്. പ്രിയമുള്ളവരെ, പടച്ചവന്റെ വെറുപ്പ്, അവന്റെ കോപം, അവൻ രോഷാകുലനായിത്തീരുന്ന സന്ദർഭങ്ങൾ, സമീപനങ്ങൾ, ഇതൊക്കെ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. പ്രവാചകൻ അത് വ്യാഖ്യാനിച്ചു തരുന്നു. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. ദൈവകോപം തട്ടാതെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. അതിനാണല്ലോ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നേരത്തെ പറഞ്ഞ ദൈവാനുഗ്രഹത്തിന്റെ വഴി, അതിൽ പെടുത്തണേ ഞങ്ങളെ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, ദൈവകോപത്തിന്റെ വഴി അഥവാ വഴികേടിന്റെ വഴി, അതിൽ പെടുത്തല്ല തമ്പുരാനെ എന്ന പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ദൈവകോപം കടന്നുവരുന്ന മാർഗങ്ങളെ സംബന്ധിച്ച് ജാഗ്രതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.